നമസ്കാരം. ബ്ലൂ എക്കണോമിയാണ് വി.ഡി. സതീശൻ്റെ ആദ്യ ബജറ്റിൻ്റെ ഊന്നൽ. കടലും കടൽ തീരവും അടിസ്ഥാനമാക്കിയുള്ള പുതിയ ദർശനം ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നു. മിഷൻ സമുദ്ര എന്നാണ് പേര്. കടൽ തീരത്തെ സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതുന്നതാണ് ബജറ്റ് എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിക്കുന്നു. ലോക മാരിടൈം ഭൂപടത്തിൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തെ രേഖപ്പെടുത്തും എന്നാണ് വി.ഡി. സതീശൻ്റെ പ്രഖ്യാപനം. ഇതിനുവേണ്ടി സതീശൻ ഉന്നം വയ്ക്കുന്നത് എന്താണ്? കടൽ തീരത്തെ ധാതു മണലാണോ? പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ ഇത് സ്വകാര്യവൽക്കരണത്തിനുള്ള നീക്കമാണ്. സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മളൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് രാജു പി നായർ, CPM വക്താവ് വി കെ പ്രശാന്ത് മുൻ MLA വി കെ പ്രശാന്ത്, ജയസഡൂർ സാമ്പത്തിക വിദഗ്ധൻ, കരിമണൽ ഖനന വിരുദ്ധ ഏകോപന സമിതി പ്രതിനിധി ഭദ്രൻ ഭാസ്കരൻ എന്നിവർ. ആദ്യം വി കെ പ്രശാന്തിലേക്ക്. വി കെ പ്രശാന്ത്, പ്രതിപക്ഷം ഇതൊരു സ്വകാര്യവൽക്കരണ നീക്കമാണ് എന്ന് ആരോപിക്കാൻ കാരണം എന്താണ്? അല്ല, തീർച്ചയായിട്ടും ശ്രീ വി.ഡി. സതീശൻ ഇന്ന് അവതരിപ്പിച്ച ബഡ്ജറ്റ് നേരത്തെ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചതുപോലെ അത്തരമൊരു ദിശയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു സാമ്പത്തിക വളർച്ച നമ്മളെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടതാണ്. ഈ കഴിഞ്ഞ 2 മാസം തന്നെ വലിയ നിലയ്ക്കുള്ള വരുമാന വർധന കേരളം രേഖപ്പെടുത്തിയതും നമ്മൾ കണ്ടതാണ്. ഈ സാമ്പത്തിക വർഷം ഏതാണ്ട് 1 ലക്ഷം കോടിക്ക് അപ്പുറത്തേക്ക് നമ്മുടെ വരുമാനം വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ബ്ലൂ എക്കോണമി എന്ന് പറഞ്ഞൊരു പുതിയ സിസ്റ്റം ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സ്വപ്ന പരിപാടിയാണ്. അത് കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചില കാര്യങ്ങൾ ഈ ബഡ്ജറ്റിലൂടെ ഉന്നമിടുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി കഴിയുള്ളൂ. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് വിഴിഞ്ഞം പദ്ധതി കേരളത്തിൽ നടപ്പായതിലൂടെ ഇന്ന് മാരിടൈം എക്കണോമിയിൽ കേരളം വലിയ സ്ഥാനം ഇതിനോടകം ഉറപ്പിച്ചു കഴിഞ്ഞു. വിഴിഞ്ഞത്തിന്റെ മറ്റ് പ്രവർത്തനങ്ങൾ കൂടി പൂർത്തിയാകുമ്പോൾ വി.ഡി. സതീശൻ ഗവൺമെന്റ് സഹായമില്ലാതെ തന്നെ നിലവിൽ മാരിടൈം ഭൂപടത്തിൽ കേരളം അടയാളപ്പെട്ട് കഴിഞ്ഞു. വിഴിഞ്ഞം ഇന്ന് വലിയ നിലയ്ക്കുള്ള പുരോഗതിയിലേക്ക് മുന്നോട്ട് പോവുകയാണ്. കേരളത്തിന്റെ ഭാവി സമ്പദ് വ്യവസ്ഥയെ തന്നെ ചലിപ്പിക്കാൻ കഴിയുന്ന നിലയിൽ വിഴിഞ്ഞം മാറിയിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹം ചില ഗിമ്മിക്കുകൾ ഈ ബഡ്ജറ്റിലൂടെ കൊണ്ടുവന്ന് നടപ്പാക്കും എന്ന് അദ്ദേഹം പറയുന്നത്. അതിൽ പ്രായോഗികതയുടെ ഭാഗമുണ്ടോ? പ്രായോഗികതയുടെ ഭാഗം വരുന്നില്ല. മ്യൂസിയം സ്ഥാപിക്കും എന്ന് പറയുന്നു. അതും അദ്ദേഹം സ്വപ്നം കാണുന്ന പദ്ധതിയുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടുക? അപ്പോൾ ഇത് ഒരു സ്വകാര്യവൽക്കരണ അജണ്ട കൃത്യമായി ഈ ബഡ്ജറ്റിലൂടെ ഒളിച്ചു കടത്തുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. നേരത്തെ അവതരിപ്പിക്കപ്പെട്ട ധവളപത്രവും അതിന്റെ സൂചനകളായി മാറിയല്ലോ. അപ്പോൾ കേരളം പോലുള്ള നിലവിൽ പൊതുമേഖലയിലുള്ള ഏതോ ഒരു സംവിധാനത്തെ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം എന്നാണല്ലോ. നിലവിൽ ഈ ഈ കടൽ തീരവുമായി ബന്ധപ്പെട്ട പൊതുമേഖലയിലുള്ളത് ധാതുമണൽ ഖനനമാണ്. ധാതുമണൽ ഖനനം നിയമപരമായി തന്നെ പൊതുമേഖലയിലാണ്. എന്നിരിക്കെ അതിനെ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ല, ഏത് നിലയിലാണ് നടപ്പാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതെന്ന് അവർ വ്യക്തമാക്കുന്നില്ലല്ലോ. അപ്പോൾ ബഡ്ജറ്റിൽ ബ്ലൂ എക്കോണമി നടപ്പാക്കും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സംശയിക്കേണ്ടത് നമ്മുടെ മണലും നമ്മുടെ കടൽ സമ്പത്തും മറ്റു കാര്യങ്ങളും ഒക്കെ വിറ്റഴിക്കപ്പെടുക എന്ന നിലയിലാണ്. അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയതും അതാണ്. സ്വകാര്യ നിക്ഷേപകരെ അടക്കം ഞങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യും എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെയല്ലേ നമുക്ക് സംശയിക്കാൻ വേണ്ടി കഴിയൂ. മുഖ്യമന്ത്രി വിശദീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്വകാര്യ മൂലധനം ആകർഷിക്കുന്നതും സ്വകാര്യ നിക്ഷേപവും രണ്ടാണ്. UDF സ്വകാര്യ നിക്ഷേപത്തിന് അനുകൂലമാണ്. സ്വകാര്യവൽക്കരണം സംബന്ധിച്ച ഒരു പരാമർശവും ബജറ്റിൽ ഇല്ലല്ലോ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അല്ല, ഇതെല്ലാം ചില നിഗൂഢ അജണ്ടകൾ ഒളിച്ചു കടത്തുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ധവളപത്രത്തെയും ഈ ബഡ്ജറ്റിനെയും ഞങ്ങൾ നോക്കിക്കാണുന്നത്. ഞാൻ അതാണ് സൂചിപ്പിച്ചത്. വിഴിഞ്ഞം പോലുള്ളൊരു തുറമുഖം നിർമ്മാണം നടത്തി, അത് ഉദ്ഘാടനം നടത്തി, അതിന്റെ വിവിധ ഘട്ടങ്ങൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളിത് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ കൂടി ക്ഷണിക്കാൻ പോവുകയാണ്, സ്വകാര്യ വ്യക്തികളെ കൂടി പങ്കെടുപ്പിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ ഗൂഢമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ആരോപിക്കേണ്ടതായിട്ട് വരും. അതാണ് ഇവിടെ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം ചെയ്തത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധവളപത്രം അതിൽ ഊന്നൽ കൊടുത്തു. അത് വളരെ കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അതിന്റെ തുടർച്ചയാണ് ഈ ബഡ്ജറ്റിൽ വന്നിരിക്കുന്നത്. നേരത്തെ പ്രതിപക്ഷ നേതാവ് തന്നെ ചൂണ്ടിക്കാണിച്ചല്ലോ, കേരളം വലിയ സാമ്പത്തികമായിട്ടുള്ള വരുമാന വളർച്ച ഉണ്ടാക്കിയിരിക്കുന്നു. ഇത് കാലാകാലങ്ങളായി കേരളത്തിൽ വന്നിട്ടുള്ള കടബാധ്യതയെ പെരുപ്പിച്ച് കാണിക്കുകയാണ്. നമ്മുടെ വരുമാന വർധനവിനെ കുറിച്ച് മിണ്ടാതിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്തുണ്ടല്ലോ. നമ്മളെ സംബന്ധിച്ച് ഇത്രയും അധികം ക്ഷേമ പദ്ധതികൾ കാലാകാലങ്ങളായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ കേരളം. ഈ അവതരിപ്പിക്കപ്പെട്ട പുതിയ ബഡ്ജറ്റിലൂടെ നേരത്തെ UDF മുന്നോട്ട് വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം സ്പർശിക്കാൻ വേണ്ടി തയ്യാറായോ? ജീവനക്കാരുടെ കാര്യം എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി തയ്യാറായോ? ആശമാരുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി തയ്യാറായോ? മെഡിസെപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി തയ്യാറായോ?
അപ്പോൾ സ്ത്രീ സുരക്ഷാ പദ്ധതി അടക്കം മറ്റ് പല ക്ഷേമ പദ്ധതികളെയും അട്ടിമറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ ഇലക്ഷൻ പ്രചരണ സമയത്ത് UDF തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള പല വാഗ്ദാനങ്ങളും മറന്നുകൊണ്ടുള്ള സമീപനമാണ് ഈ ബഡ്ജറ്റിൽ UDF സ്വീകരിച്ചത് എന്ന് വളരെ കൃത്യതയോടുകൂടി നമുക്ക് പറയാൻ വേണ്ടി കഴിയും. അതാണ് ഈ ബഡ്ജറ്റിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കാര്യം. നേരത്തെ ശ്രീ KN ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റ് സൈസ് തന്നെ വെട്ടിക്കുറച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണല്ലോ ഇന്ന് അദ്ദേഹം നടത്തിയത്. അതിന്റെ ഭാഗമായി പ്രഖ്യാപിച്ചിട്ടുള്ള പല പദ്ധതികൾക്കും വേണ്ടത്ര സാമ്പത്തികം പോലും കരുതാത്ത നിലയിലുള്ള കാര്യങ്ങൾ വരികയാണ്. ഇപ്പോൾ ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിക്കുകയാണ്. 7500 കോടി രൂപയെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് കണ്ടെത്തേണ്ടതായിട്ട് വരും. അവിടെയാണ് 10 കോടി നീക്കി വെക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ഇലക്ഷന് മുമ്പ് പറയുകയും അതിനുവേണ്ടി ബഡ്ജറ്റിലൂടെ പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാതെ കുറെ പുതിയ പേരുകൾ ഈ ബഡ്ജറ്റിന്റെ ഭാഗമായി അദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങളെന്തോ വലിയ കാര്യം ചെയ്തിരിക്കുന്നു എന്ന നിലയിൽ അവതരിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. അദ്ദേഹം വാർത്താ സമ്മേളനത്തിന് ശ്രമിച്ചിട്ടുള്ളത് അതാണ്. അപ്പോൾ പ്രായോഗികത എന്ന് പറയുന്ന ഒരു സമീപനം ഈ ബഡ്ജറ്റിൽ ഇല്ല എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അദ്ദേഹം പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും പേരുകൾ വളരെ നല്ലതാണ്, ആശയവും നല്ലതാണ്. പക്ഷെ അതെങ്ങനെയാണ് പ്രായോഗികമായി സംസ്ഥാന ഗവൺമെന്റ് പണം മുടക്കി അത് നടപ്പാക്കുക എന്നതിനെ സംബന്ധിച്ച് ഒരു ധാരണയും ഇല്ല എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ശരി, ശ്രീ രാജു പി നായർ, ഈ ബ്ലൂ എക്കണോമിയെ അടിസ്ഥാനത്തിൽ ഒരു ഷിഫ്റ്റാണ്, യഥാർത്ഥത്തിൽ ഒരു ഷിഫ്റ്റാണ് കേരളത്തിൻ്റെ എക്കണോമിയിൽ വരാൻ പോകുന്നത് ഈ ബഡ്ജറ്റ് വായിച്ചു നോക്കുമ്പോൾ. മുമ്പ് 2021 പിണറായി വിജയൻ സർക്കാർ തുടർഭരണം ഉണ്ടായപ്പോൾ പ്രഖ്യാപിച്ചത് ഒരു നോളജ് ബേസ്ഡ് എക്കോണമി ആയിരുന്നു. ആ നോളജ് ബേസ്ഡ് എക്കോണമിയെ പൂർണ്ണമായും തള്ളിക്കളയുന്നില്ലേ ബജറ്റെങ്കിൽ പോലും നമ്മൾ കടലിലേക്ക് നീങ്ങുകയാണ്. കടലാണ് നമ്മുടെ ഒരു വിഭവം എന്ന അർത്ഥത്തിൽ ഒരു ദർശനം ഈ ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ അവിടെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം നോക്കുക, അപ്പോൾ നമ്മുടെ കടലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞം തുറമുഖമാണ്. അതാകട്ടെ അടുത്ത 50 വർഷം അത് അനിയുടെ കയ്യിലാണ്. ഇപ്പോൾ ഇനിയുള്ള വികസനത്തിൽ ഈ ബ്ലൂ എക്കണോമി ബേസ് ചെയ്തുള്ള വികസനത്തിൽ സ്വകാര്യ നിക്ഷേപമാണ് ഞങ്ങൾ കൊണ്ടുവരാൻ പോകുന്നതെന്ന് പറയുമ്പോൾ അത് കൊണ്ടുവരുന്നതിലെ മുൻനിരയിലുള്ള ഒരാൾ അദാനി ആയിരിക്കും. അപ്പോൾ ഇത് അദാനിക്ക് വേണ്ടിയുള്ള ബജറ്റാണെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. അത് ഇന്നത്തെ കേരളം ഇപ്പോൾ ശ്രീ പ്രശാന്ത് ഇവിടെ പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വരികൾക്കിടയിൽ വന്ന കുറച്ച് കാര്യമുണ്ടല്ലോ, വലിയ പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് കേൾക്കുമ്പോൾ ഇഷ്ടം തോന്നുന്ന കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒന്നും മാറ്റം വരാം. അപ്പം ജനങ്ങൾക്ക് ഇഷ്ടം തോന്നുന്ന പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ പിന്നെ അതിനെ എങ്ങനെ എതിർക്കും? അതിന് ചില ക്ലീശേ ഡയലോഗുകളുണ്ട്. അത് സ്വകാര്യവൽക്കരണം, അദാനി തുടങ്ങിയ കാര്യങ്ങളാണ്. ഇവിടെ വിഴിഞ്ഞം പദ്ധതിയെ സംബന്ധിച്ച് എന്താ ഇതിനകത്ത് ഉൾപ്പെടാനുള്ളത്? എന്താ നമ്മളുടെ പറഞ്ഞിരിക്കുന്നത്? കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ തന്നെ ശ്രീ VD സതീശൻ കേരളത്തിൽ മുഴുവൻ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പോലും പ്രസംഗിച്ചത് ഇതായിരുന്നു. അന്ന് രാഷ്ട്രീയം കുറവും കൂടുതൽ അടുത്ത ഒരു സർക്കാരിൻ്റെ നയപരിപാടികളെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. അപ്പം തന്നെ നമ്മൾ പറഞ്ഞു, നമ്മുടെ 4 തീരദേശത്തുള്ള തുറമുഖങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഫ്രൈറ്റ് മൂവ്മെൻറ്റ് നമുക്ക് കടലിലൂടെ മാറ്റാൻ സാധിക്കും ആദ്യഘട്ടത്തിൽ. പിന്നീട് അത് ടൂറിസത്തേക്കും ക്രൂയിസിലേക്കും ഉൾപ്പെടെ നമുക്ക് മാറ്റാൻ കഴിയുന്ന നമ്മുടെ ഏറ്റവും വലിയ സമ്പത്താണ് നമ്മുടെ കടൽ, നമ്മുടെ തീരദേശം, തീരമേഖല എന്ന് പറയുന്നത്. അതിന് വിഴിഞ്ഞം പദ്ധതി മാത്രമായിട്ട് എന്താ ചെയ്യാനുള്ളത്? വിഴിഞ്ഞം പദ്ധതിക്ക് ചെയ്യാനുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ 10 വർഷം മുമ്പ് ഇവർ എതിർത്തിരുന്ന വിഴിഞ്ഞം പദ്ധതി അവസാനം ഇവരുടെ സ്വന്തം പദ്ധതിയാണെന്ന് ആക്കി തീർത്തല്ലോ. എന്നിട്ട് 10 വർഷം കൊണ്ട് അവിടെ നിന്ന് റെയിൽ കോറിഡോറിനും അല്ലെങ്കിൽ റോഡ് കണക്ടിവിറ്റിക്കും സ്ഥലം ഏറ്റെടുക്കാൻ പോലും പരാജയപ്പെട്ട ഒരു ഗവൺമെൻറ്. ആ ഗവൺമെൻറ് 10 വർഷം കഴിഞ്ഞപ്പോൾ ഇന്നത്തെ ബജറ്റിൽ പറഞ്ഞല്ലോ, വിഴിഞ്ഞം പ്രോജക്റ്റിന് വേണ്ടിയിട്ട് റെയിൽ കോറിഡോറിനും അതുപോലെ തന്നെ ഹൈവേ കണക്ടിവിറ്റിക്കുമുള്ള സ്ഥലം ഏറ്റെടുക്കുന്ന ഉൾപ്പെടെ നടപടികൾ ഈ സർക്കാർ നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. 10 വർഷം ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ടിപ്പോൾ വിഴിഞ്ഞം എന്ന് പറയുക. എന്തിനാണ് ഇങ്ങനെ മനുഷ്യനെ പറ്റിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം തന്നെ പറഞ്ഞു മെഡിസപ്പിന് പ്രശ്നമുണ്ടെന്ന് അങ്ങനെ അംഗീകരിച്ചു. 10 വർഷം ഭരിച്ച ഒരു പാർട്ടി മെഡിസപ്പിന് പ്രശ്നമുണ്ടെന്ന് അംഗീകരിച്ചു. ഇതൊക്കെ ഞങ്ങൾക്ക് മാറ്റാൻ നമ്മുടെ 1 മാസമല്ലേ ആയുള്ളൂ. എന്താ ഈ ബജറ്റ് മുന്നോട്ട് വെക്കുന്നത്? ഈ ബജറ്റ് മുന്നോട്ട് വെക്കുന്നത് കേവലം ഷോർട്ട് ടേം ആയിട്ടുള്ളതല്ല. കഴിഞ്ഞ 10 വർഷം നടന്നത് ഷോർട്ട് ടേം ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദീർഘവീക്ഷണമുള്ള സംസ്ഥാനത്തിന് വരുമാനം കൂട്ടാൻ കഴിയുന്ന, തൊഴിൽ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയും കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഉണ്ടായിട്ടില്ല. ഈ സർക്കാർ മുന്നോട്ട് വെക്കുന്നത് എന്താ? നമ്മൾ ആദ്യം പറയുന്നത് സീ ലൈനിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ കടലുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു ലോജിസ്റ്റിക്സ് മൂവ്മെൻറ്റോ ടൂറിസമോ വന്നു കഴിഞ്ഞാൽ ആ ഡയറക്റ്റും ഇൻഡയറക്റ്റായിട്ടും അവിടെ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും ടാക്സി മേഖല ഉണരും, ഹോട്ടൽ മേഖല ഉണരും, അതുപോലെ തന്നെ മറ്റ് അനുബന്ധ വ്യവസായങ്ങൾ ഉണരും. ഇതെല്ലാം ഉണരുന്ന വലിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകാൻ പോകുന്നൊരു പദ്ധതി. അതാണ് സീ ലൈൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. 1. 2, 150-200 കിലോമീറ്ററിനിടയ്ക്ക് ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം വെച്ച് 4 അന്താരാഷ്ട്ര വിമാനത്താവളം ഈ കൊച്ചു കേരളത്തിലുണ്ട്. ഈ 4 അന്താരാഷ്ട്ര വിമാനവും ഒരു വിമാനം അധികമായിട്ട് വരുമ്പോൾ മറ്റൊരു വിമാനത്താവളം
ഡീസ്റ്റെബിലൈസ്ഡ് ആയി പോകുന്ന രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത് ഇല്ലേ? കണ്ണൂർ വന്നപ്പോഴത്തേക്ക് കോഴിക്കോടിൻ്റെ ട്രാഫിക് കുറഞ്ഞു. ഇനി നാളെ ആറന്മുളയിലോ മറ്റെവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ കൊച്ചി എഫക്റ്റീവ് എന്ന് പറയുന്നത്. അതിനു പകരം ഈ 4 അന്താരാഷ്ട്ര വിമാനങ്ങളെയും കണക്ട് ചെയ്തിട്ടുള്ള ഏവിയേഷൻ ഹബ്ബാക്കി മാറ്റുന്ന പദ്ധതി നമ്മൾ മുന്നോട്ട് വെക്കുന്നു. അതുണ്ടാക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കൂ. സ്പേസ് എക്കണോമിയെ കുറിച്ച് നമ്മുടെ തുമ്പ ഉൾപ്പെടെ നമ്മുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഉൾപ്പെടെ നമ്മൾ പഠിച്ച് വളർന്നതാണ്. അതിന് ഇന്ന് വരെ സംസ്ഥാനത്തിന് വേണ്ടി ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടില്ല. നമ്മൾ അതുമായി ബന്ധപ്പെട്ട് സ്പേസ് എക്കണോമിയും അതിൻ്റെ കാര്യങ്ങളുമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തുന്നതിനെ കുറിച്ച് പറയുന്നു. AI കുറിച്ച് മലയാളം AI എന്നുള്ളത് നമ്മൾ പറയുന്നു. അത് നമ്മൾ നടപ്പാക്കുകയാണ്. ഗ്ലോബൽ കൺവെൻഷൻ സെന്റർ ഇന്ന് കേരളത്തിൽ നടക്കുന്നുണ്ട്. ചില പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ കൺവെൻഷൻ സെന്റർ നടക്കുന്നുണ്ട്. ഞാൻ ആ മേഖലയിൽ ഞാൻ അത്യാവശ്യം മറ്റൊരു രീതിയിൽ ഇൻഡയറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് പറയാം, 10,000 ഡോക്ടർമാരുടെ ഒരു കോൺഫറൻസ് നടന്നാൽ ഈ നഗരം മുഴുവൻ സ്തംഭിക്കും. അതുകൊണ്ട് അത്യാവശ്യം വലിയ കോൺഫറൻസുകൾക്ക് വരാൻ സാധിക്കുന്നില്ല. നമ്മൾ എറണാകുളത്ത് അങ്കമാലിയോട് അടുപ്പിച്ച് ഒരു ഗ്ലോബൽ കൺവെൻഷൻ സെന്റർ, ഈ ലോകത്ത് മുഴുവനുള്ള കൺവെൻഷൻ ഡെസ്റ്റിനേഷനായിട്ട് കേരളത്തെ മാറ്റാൻ നമുക്ക് കഴിയും. നമുക്ക് അനുബന്ധ സംവിധാനങ്ങൾ അതിനുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ പറയുന്നു എത്രമാത്രം വലിയ ഇൻവെസ്റ്റ്മെന്റും അനുബന്ധ ഇതും ഉണ്ടാകാൻ കഴിയുന്നതാണ്. നോളജ് വാലിയെ കുറിച്ച് പറയുന്നു. പുതിയ കുട്ടികൾക്ക് പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ലാതെ കേരളത്തിൽ തന്നെ പിടിച്ചു നിർത്താൻ കഴിയുന്ന മാറ്റത്തിനെ കുറിച്ച് നമ്മൾ പറയുന്നു. ജോബ് വാച്ച് ടവർ, അന്താരാഷ്ട്ര മേഖലയിൽ ഉണ്ടാകുന്ന പുതിയ തൊഴിലവസരങ്ങൾക്ക് അനുസൃതമായി നമ്മുടെ പാഠ്യപദ്ധതിയെ നമ്മുടെ കോളേജുകളെ നവീകരിക്കുന്നതിന് കഴിഞ്ഞ ഒരു ചർച്ച ചെയ്യുന്നപ്പോഴത്തേക്ക് ഒരു CPM പ്രതിനിധി പറഞ്ഞത് അവിടെ ജോലി ഉണ്ടോ എന്ന് നോക്കി പറയാൻ ഇവിടെ എന്തിനാണ് നിൽക്കുന്നത്, ഗവൺമെന്റിന്റെ ആവശ്യം എന്നാണ്. അത്രയും മനസ്സിലാക്കിയിട്ടുള്ളൂ. നമ്മുടെ ജോബ് വാച്ച് ടവർ എന്ന് പറയുന്നത് അന്താരാഷ്ട്ര മേഖലയിൽ ഉണ്ടാകുന്ന പുതിയ തൊഴിലവസരങ്ങൾക്ക് അനുസൃതമായി നമ്മുടെ പരിഷ്കരിക്കുകയും പ്രോഗ്രാമുകളെയും പരിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്. അത് ഉൾപ്പെടെ പറയുന്നു. സദേൺ കേരള എക്കണോമിക് കോറിഡോറിനെ കുറിച്ച് പറയുന്നു. നമ്മളൊരു ദീർഘകാലത്തേക്ക് കേരളത്തെ മാറ്റാൻ കഴിയുന്ന, തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന, കേരളത്തിലെ യുവാക്കൾക്ക് ഇവിടെ തന്നെ അവസരങ്ങൾ കിട്ടുന്ന, നമുക്ക് വരുമാനം ഉണ്ടാക്കുന്ന ബൃഹത് പദ്ധതികൾ. അത് വലിയ പണമൊന്നും ചെലവാകുന്ന പദ്ധതിയല്ല. നമ്മൾ ഫെസിലിറ്റേറ്റർ മാത്രമായിട്ട്, ഇതൊക്കെ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞാണല്ലോ ജനങ്ങളോട്, സർക്കാരല്ല പണം കൊടുക്കുന്നത്, നമ്മൾ ഫെസിലിറ്റേറ്റർ മാത്രമാണ്. നമ്മൾ പ്രൈവറ്റ് ആലപ്പുഴ, തിരുവനന്തപുരം ജില്ലകളെ കുറിച്ച് സവിശേഷമായി പറയുന്നുണ്ട് ഈ ബജറ്റ്. ബ്രേക്ക് ആവുന്നുണ്ട്. ഓക്കെ, ഞാൻ പറയുന്നത് കേൾക്കാമെങ്കിൽ, രാജീവ് നായർ ഞാൻ പറയുന്നത് കേൾക്കാമെങ്കിൽ, സദേൺ കേരള എക്കണോമിക് കോറിഡോറിനെ കുറിച്ച് രാജീവ് നായരിലേക്ക് മടങ്ങി വരാം. ഒന്ന് പെട്ടെന്ന് ശരിയാക്കണം. ശ്രീ ജയസ് അടൂർ, ഇവിടെ ഇതൊരു പുതിയ ദർശനം മുന്നോട്ട് വയ്ക്കുന്ന ബജറ്റാണ്. നമ്മുടെ ബ്ലൂ എക്കോണമിയിൽ അടിസ്ഥാനമാക്കിയുള്ള ഒരു സമ്പദ് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ എന്താണ് ടാപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സർക്കാർ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അവിടെയാണ് ഈ പറയുന്ന സദേൺ കേരള എക്കണോമിക് കോറിഡോർ എന്ന് ബജറ്റ് പ്രസംഗത്തിൽ പറയുന്ന തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെക്കുറിച്ച് സവിശേഷമായി പറയുന്നത്. ഈ ജില്ലകളുടെ കടൽ തീരത്ത് ധാരാളമായി ധാതുമണലുണ്ട്. നിലവിൽ അത് പൊതുമേഖലയിലാണ് ഖനനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. തന്ത്രപ്രധാനമായ ഖനനമാണ് അത്. അതിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ ഈ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടാകുമോ? അത് നിയമപരമായി സാധ്യമാണോ? ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു എക്കോണമിയെ സംബന്ധിച്ചിട്ട് കേരളത്തിൻ്റെ എക്കോണമി വളർന്നില്ലെങ്കിൽ, സാമ്പത്തിക വളർച്ച ഇല്ലെങ്കിൽ നമ്മുടെ റവന്യൂ വളർച്ച വരില്ല. കേരളത്തിൻ്റെ കഴിഞ്ഞ 30 വർഷത്തെ ബജറ്റ് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ, ഇപ്പോൾ പ്രശാന്ത് പറഞ്ഞതുപോലെ വരുമാനം കൂടിക്കൊണ്ട് വരുന്നുണ്ട്. വരുമാനം കൂടിക്കൊണ്ടിരുന്ന സർക്കാരിൻ്റെ അവിടെ കാര്യം കൊണ്ടൊന്നും അല്ല. ഇവിടെ കൺസ്യൂമർ സെക്ടർ കേരളത്തിലെ ഏറ്റവും, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വളരെ സജീവമായ കൺസ്യൂമർ സെക്ടർ കേരളത്തിലാണ്. കേരളത്തിലെ വാഹനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിലയുള്ളതെന്ന് വെച്ചാൽ ടാക്സ് കൂടുതലാണ്. കേരളത്തിലാണ് മദ്യത്തിന് ഏറ്റവും കൂടുതൽ ടാക്സ് കിട്ടുന്നത്. അപ്പം ഈ വരുമാനം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ സാമ്പത്തിക വ്യയം നടന്നാലേ, പൈസ ചെലവാക്കിയാലല്ല ഉള്ളൂ GST കിട്ടുന്നത്. അപ്പോൾ അതിനുകൊണ്ട് സാമ്പത്തിക വളർച്ച വരണം. കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ച ഇപ്പോഴത്തെ ഒരു ഡെറിവേറ്റീവ് എക്കോണമിയാണ്. ഏതാണ്ട് 2,15,000 കോടി രൂപയുടെ റെമിറ്റൻസ് ഉണ്ട്. ആ റെമിറ്റൻസിൽ നിന്നാണ് ഇന്നിപ്പോൾ കൊടുക്കുന്ന ലുലുവിലും മറ്റ് കാർ കച്ചവടവും മറ്റെല്ലാം റിയൽ എസ്റ്റേറ്റും എല്ലാം റെമിറ്റൻസ് ഡ്രിവൺ എക്കോണമിയാണ്. കേരളത്തിൽ തനതായ സാമ്പത്തിക വളർച്ച ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യമാണ് ഞാനിതിൽ കാണുന്നത്. ഒന്ന്, അപ്പോൾ അതിൻ്റെ അകത്ത് 4 പില്ലറാണുള്ളത്. നിങ്ങൾ ബജറ്റ്, ഞാൻ ഈ 99 പേജ് ഞാൻ മൊത്തം വായിച്ചതാണ്. 4 പില്ലറുണ്ട്. ഒന്ന്, മിഷൻ സമുദ്ര. അപ്പോൾ മിഷൻ സമുദ്രത്തിനകത്ത് ബ്ലൂ എക്കോണമി ഒരു ഭാഗമാണ്. പക്ഷേ ബ്ലൂ എക്കോണമി മാത്രമല്ല, ഒരു മാരിടൈം പാരഡൈം ഷിഫ്റ്റാണ് ഇതിൻ്റെ അത് വരുന്നത്. കേരളത്തിൽ 13 മൈനർ പോർട്ടുകളുണ്ട്, 2 അന്താരാഷ്ട്ര പോർട്ടുകളുണ്ട്, ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് വിഴിഞ്ഞത്ത് സജീവമാകുന്നു.
ഇതിനെ എല്ലാം കൂടെ ഏകോപിപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ളൊരു വലിയ ദർശനമാണ്. കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിലുടനീളം ഈ മാരിടൈം ട്രേഡിൻ്റെ ഒരു വലിയ ചരിത്രമാണ് 2500 വർഷത്തെ ചരിത്രം കേരളത്തിനുള്ളത്. അതുകൊണ്ടാണ് എൻ്റെ സുഹൃത്ത് പ്രശാന്ത് ചോദിച്ചു എന്തുകൊണ്ടാണ് മാരിടൈം മ്യൂസിയം വരുന്നത്. പണ്ട് ചൈനയിൽ നിന്ന് ഉള്ള സിൽക്ക് റൂട്ട് എല്ലാവർക്കും അറിയാം. കാൻഡണിൽ നിന്ന് ഹമ്പന്തോട്ട വഴി കൊല്ലം വഴിയായിരുന്നു ഒമാനിലേക്ക് എല്ലാ കപ്പലുകളും പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് കൊല്ലം ലോകത്തിലെ ഒരു വലിയ ഹബ്ബായിരുന്നു. അപ്പോൾ ആ ഒരു മാരിടൈം വിഷൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷനാണ്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ സ്പേസ്, രാജു നായർ പറഞ്ഞു. രണ്ടാമത്തെ പില്ലർ എന്ന് പറഞ്ഞാൽ സ്പേസ് ടെക്നോളജി ആൻഡ് സ്പേസ് എക്കോണമി. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു റിസർച്ച് പാർക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. IIT-യിലെ റിസർച്ച് പാർക്ക് എന്ന് പറഞ്ഞാൽ R&D ഡെവലപ്പ് ചെയ്യുകയും R&Dയിൽ എസ്പെഷ്യലി ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലും മറ്റു മേഖലകളിലും R&D ബിസിനസ് ഇപ്പം ബയോകോൺ മാതിരിയുള്ള സാധ്യത വളർത്തുക എന്നുള്ള ഇവിടെ IT ഉണ്ടായി. ഇനിയിപ്പോൾ നമ്മൾ സ്വകാര്യ നിക്ഷേപം ഇല്ലെങ്കിൽ കേരളം വളരില്ല. കേരളത്തിൽ മാത്രം 10.5 ലക്ഷം കോടി രൂപയുടെ ബാങ്ക് ബാലൻസ് ഉണ്ട്. അതിൽ തന്നെ 3.5 ലക്ഷം കോടി NRI അക്കൗണ്ടാണ്. ഈ NRI അക്കൗണ്ടിന് 6% കിട്ടുന്നത്. ഇതൊരു 9% കിട്ടിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് സോണും കേരള ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടും ഉണ്ടാക്കാം. അപ്പം കേരളത്തിൽ ഈ സ്വകാര്യ നിക്ഷേപം ഏതോ പാപമാണെന്ന് പറയുന്ന പ്രശാന്ത് നോക്കണം. കഴിഞ്ഞ 6 വർഷം 2019 തൊട്ട് 2025 വരെ നമുക്ക് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു വന്നത് 13,000 ശിഷ്ടം കോടിയാണ്. ഈ 13,000 ശിഷ്ടം കോടി നോക്കിയാൽ കൂടുതലും ഇവിടെ മോളുകൾ ഉണ്ടാക്കാൻ ലുലു ഗ്രൂപ്പും ഹോട്ടലുകളും അതുപോലെ നമ്മുടെ ഹോസ്പിറ്റലുകൾ മേടിക്കാൻ വേണ്ടി, ഇതെല്ലാം കഴിഞ്ഞ 5 വർഷം നടന്ന ഹോസ്പിറ്റൽ മേടിക്കാൻ വേണ്ടി ബ്ലാക്ക് സ്റ്റോൺ പോലെയുള്ള ഇൻവെസ്റ്റ്മെന്റ് കമ്പനികളെ ഇവിടെ വന്നത്. അതായത് ഇവിടെ വലിയ സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കുന്ന ഒരു കാര്യം നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന 4 പില്ലർ. ഒന്ന് മിഷൻ സമുദ്ര, അതിൻ്റെ അകത്ത് ബ്ലൂ എക്കോണമി ഒരു ഭാഗമാണ്. മാരിടൈം ട്രേഡിനെ കുറിച്ചുള്ള ഒരു വിഷനുണ്ട്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ സ്പേസ് ടെക്നോളജി. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ R&D. നാലാമത്തെന്ന് പറഞ്ഞാൽ നോളജ് സിറ്റി, അതായത് നോളജ് ഇൻഡസ്ട്രീസ്. അതിൻ്റെ അകത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഓട്ടോമേഷനും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കേരളത്തിൽ സാകല്യമായ ഒരു സാമ്പത്തിക വളർച്ച ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ കടമെടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ സാമ്പത്തിക വളർച്ച എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് പാരഡൈം ഷിഫ്റ്റ്. സാമ്പത്തിക വളർച്ചയ്ക്ക് മൂലധനം വേണം. മൂലധനമില്ലാതെ സാമ്പത്തിക വളർച്ച ഉണ്ടാവില്ല. ഈ മൂലധനം വിദേശ മൂലധനം വേണമെന്നില്ല, അംബാനി വേണമെന്നില്ല. ഇവിടെ തന്നെ കേരളത്തിൽ പൈസ ഉള്ളവരുണ്ടല്ലോ. പക്ഷെ കേരളത്തിൽ പൈസ ഇവിടുന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ അറ്റ്ലീസ്റ്റ് 10% റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുമല്ലോ കേരളത്തിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പം ആ ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ ഇതിൻ്റെ വരികൾക്കിടയിലൂടെ വായിച്ചത്. അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് എക്കണോമിക് ഗ്രോത്ത് വരുമ്പോൾ ക്ലാരിറ്റി വേണ്ടത്. ഇപ്പോൾ അങ്ങ് പറഞ്ഞു ബാങ്കിൽ നിക്ഷേപമായി കിടക്കുന്ന ഡെഡ് മണിയെ കുറിച്ച് അങ്ങ് പറഞ്ഞു. ആ ഡെഡ് മണി എന്തുകൊണ്ട് ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള നിക്ഷേപമാവുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം അങ്ങനെ ഒരു നിക്ഷേപമാവാൻ ഉള്ള ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ഇവിടെ ഇല്ല. ആ പണം അവിടെ കിടക്കുകയാണ്. അതിന് ചലിപ്പിക്കാൻ തക്ക ഒരു ചലനാത്മകമായ ഒരു ശക്തിയില്ല. ഒന്നുകിൽ സർക്കാർ മുൻകൈയെടുത്ത് ഈ മൂലധനത്തെ സമാഹരിച്ച് ഇൻവെസ്റ്റിലേക്ക് കൊണ്ടുപോകണം. അതല്ലാത്തോടത്തോളം കാലം നിങ്ങളുണ്ടാക്കുന്ന ഏത് പദ്ധതിക്കും വലിയ മുതലാളിമാർ വരും. ഞാൻ അതുകൊണ്ടാണ് അദാനിയുടെ പേര് പറഞ്ഞത്. അല്ലല്ലോ, ഇത് നിങ്ങൾ ബജറ്റ് വായിച്ചല്ലേ? ഇൻവെസ്റ്റ്മെന്റ് സോണ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് പറഞ്ഞിട്ടുണ്ടോ? ഇതിൻ്റെ അത് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഗവൺമെന്റിന് ഞാൻ ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു നോട്ട് എഴുതി എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇത് സാധിക്കും. അപ്പോൾ ഇത് ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ബജറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ബജറ്റ് എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ ആദ്യ ഘട്ടത്തിൽ പറഞ്ഞുകൊണ്ട് അടുത്ത 5 വർഷത്തേക്കുള്ളൊരു ഇൻഡിക്കേറ്ററാണ്, സൂചകമാണ്. അല്ലാതെ ഈ അടുത്ത 8 മാസം കൊണ്ട് ഈ മിഷൻ സമുദ്ര സാധിച്ചെടുക്കുമെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്കെല്ലാം അറിയാതെ നടക്കില്ല. അല്ലെങ്കിൽ അടുത്ത 5 മാസം കൊണ്ട് ജെൻസിക്കെല്ലാം 50 കോടി രൂപ ചെലവാക്കുന്നത് നടക്കില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ബ്രോഡർ വിഷൻ ഡോക്യുമെൻ്റ് ആണ്. അതിൻ്റെ അകത്ത് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഈ സ്വകാര്യ മൂലധനം ഏതോ ദോഷം എന്നുള്ള പറയുന്നത്. ഈ കഴിഞ്ഞ 10 കൊല്ലം സ്വകാര്യ മൂലധനം തോടി എത്ര രാജ്യങ്ങളിൽ പോയെന്ന് നോക്ക്, എന്നിട്ട് എന്തെങ്കിലും കിട്ടിയോ? അപ്പോൾ അതിൻ്റെ കർശനം സ്വകാര്യ മൂലധനം എന്ന് പറഞ്ഞാൽ വലിയ ദോഷമുള്ള കാര്യമൊന്നുമല്ല. നമ്മളൊരു മാർക്കറ്റ് എക്കോണമിയിലാണ് ജീവിക്കുന്നത്, അല്ല സോഷ്യലിസ്റ്റ് എക്കോണമിയിലൊന്നും അല്ല.
അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആ പ്രിറ്റൻസങ്ങളെ പിന്നെ സ്വകാര്യവൽക്കരണം ഏതോ വലിയ പാപമാണെന്നൊക്കെ പറയുന്നത് തെറ്റാണ്. കാരണം 1974 ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം ഞാൻ ഇന്നും പറഞ്ഞ പിന്നെ HDFC HDFC അല്ല, പിന്നെ ഹൗസിംഗ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള, അവിടെ നോക്കിയാൽ അറിയാം 20 കൊല്ലമായി പെയിന്റ് അടിച്ചിട്ട്. അതുപോലെ സാധനം 1974 ആവശ്യമായിരുന്നു, ഇപ്പൊ ആവശ്യമില്ല. കാരണം റിയൽ എസ്റ്റേറ്റ് വളരെ ഡെവലപ്പ് ചെയ്തു. ശരി ജയശ്രീ, ഞാൻ വരാം അങ്ങേലേക്ക്. വരും. ശരി, ശ്രീ ഭദ്രൻ ഭാസ്കരൻ, ഇത് ധാതുമണൽ കരിമണൽ വിരുദ്ധ സമിതി, നിങ്ങൾ ഇതിനെക്കുറിച്ച് ഈ ബജറ്റിന് ശേഷം ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ബജറ്റിലെ ചില സൂചനകൾ അത് കരിമണൽ ഖനനം ഉൾപ്പെടെ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കമായി നിങ്ങൾ ആശങ്കപ്പെടുന്നു. എന്തുകൊണ്ടാണ്? ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി, ഡെഡിക്കേറ്റഡ് റെയർ എർത്ത് മിനറൽ കോറിഡോർ, ഒറീസ, ആന്ധ്ര, തമിഴ്നാട്, കേരളം, ഇതിനെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള 4 മിനറൽ കോറിഡോറുകൾ സ്ഥാപിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി 1925 ഒരു സംവിധാനം കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കുകയും ചെയ്തു. കേരളത്തിലെ ഈ കഴിഞ്ഞ ബജറ്റിൽ 2026 KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ ഈ മിനറൽ കോറിഡോർ ഉണ്ട്. റെയർ എർത്ത് ക്രിട്ടിക്കൽ മിനറൽ മിഷൻ സ്ഥാപിക്കുകയും അതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്കായി 100 കോടി രൂപ KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ മാറ്റിവെച്ചിട്ടുണ്ട്. ആ മിനറൽ കോറിഡോർ വിഴിഞ്ഞം മുതൽ ചവറ വരെയും ചവറ മുതൽ കൊച്ചി വരെയുമാണുള്ളത്. അത് 2026 ജനുവരി 28 കേരള ബജറ്റിൽ ഇത് വരുമ്പോൾ ഫെബ്രുവരി 1 നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ ഇതേ മിനറൽ കോറിഡോർ കടന്നു വരുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറേ ആമക്കുഞ്ഞുങ്ങളെയും വിട്ടു. ഞങ്ങൾ ആമക്കുഞ്ഞുങ്ങൾക്ക് നഴ്സറി ഉണ്ടാക്കും എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ഇടതുമുന്നണി സർക്കാർ 42,000 കോടി രൂപയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്ന അതേ പദ്ധതി തന്നെയാണ് ഈ കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച പദ്ധതി. അവരും പറയുന്നത് 42,000 കോടി രൂപയുടെ നിക്ഷേപ സാധ്യതയെക്കുറിച്ചാണ്. അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ ശ്രീ VD സതീശൻ പറയുന്ന ഈ കോറിഡോറും ഇത് തന്നെയാണ്. ഇവിടെ അല്ല ഭദ്രൻ ഭാസ്കർ, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. 2023 ഈ ഖനന നിയമങ്ങളുടെ ഭേദഗതി പ്രകാരം ആ ഭേദഗതി നിയമപ്രകാരം തന്നെ നമ്മുടെ തീരത്തുള്ള മണൽ എന്നുള്ളത് പ്രതിരോധ പ്രാധാന്യമുള്ളതാണ്. അതായത് ആണവ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന തോറിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത്തരം റെയർ എർട്സ്, ക്രിട്ടിക്കൽ റെയർ എർട്സ് സ്വകാര്യ മേഖലയിൽ ഖനനം ചെയ്യില്ല എന്നല്ലേ ഇപ്പോഴത്തെ നിയമ ഭേദഗതി പോലും പറയുന്നത്? അപ്പോൾ ഈ സ്വകാര്യ നിക്ഷേപം എവിടെ നിന്ന് വരാനാണ്? അല്ലല്ല, സ്വകാര്യ മേഖലയ്ക്ക് അനുവാദം കൊടുക്കുന്നതാണ്, സ്വകാര്യ മേഖലയെ കൂടി ഉൾപ്പെടുത്തുന്നതാണ് ഈ 2020 ശേഷം ഉണ്ടായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ. അപ്പം അവിടെയാണ് അദാനി കടന്നു വരുന്നത്, അംബാനി കടന്നു വരുന്നത്, അവിടെയാണ് വേദാന്ത ഗ്രൂപ്പ് കടന്നു വരുന്നത്. ഈ ധാതു നിക്ഷേപങ്ങൾ ബീച്ച് സാൻഡിൽ ഈ കമ്പനികൾ താല്പര്യം പ്രകടിപ്പിക്കാൻ തുടങ്ങി. അവരുടേതായ കമ്പനികൾ ഫ്ലോട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് പിന്നെ ഒറീസയുടെ തീരത്തായാലും ആന്ധ്രാപ്രദേശിൻ്റെ തീരത്ത് 2 കമ്പനികളാണ് ഇയാൾ നടത്തുന്നത്, അദാനി നടത്തുന്നത്. തമിഴ്നാട്ടിൽ ഈ ഇലക്ഷൻ്റെ സമയത്ത് കേന്ദ്ര ഗവൺമെൻറ് ഒരു കത്തയച്ചു, കേരള ഗവൺമെൻറ്റിനോടും തമിഴ്നാട് ഗവൺമെൻറ്റിനും ഒരു കത്തയച്ചു. ആ കത്തിൽ പറഞ്ഞത് ഇലക്ഷൻ്റെ തിരക്കൊക്കെ ആണെങ്കിലും എന്തിന് ഭംഗം വരാൻ പാടില്ല, ഈ മിനറൽ കോറിഡോറിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഭംഗം വരാൻ പാടില്ല.
അത്രയേറെ സൂക്ഷ്മതയോടെയാണ് ഈ കേന്ദ്ര ഗവൺമെൻറ് ഇതിനെ പെർസ്യൂ ചെയ്യുന്നത്. അത് തന്നെയുമല്ല, മെനഞ്ഞാന്ന് ഈ നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തിരിക്കുന്നു. എന്ത്? നമ്മുടെ കൽപ്പാക്കത്ത് തോറിയം ബേസ് ചെയ്തിട്ടുള്ള ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകളുടെ ആ പരീക്ഷണം വിജയിച്ചിരിക്കുന്നു. അവിടെ ഞാൻ എൻജിനീയർമാരെയും ടെക്നീഷ്യന്മാരെയും സല്യൂട്ട് ചെയ്യുന്നു. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത് വൻകിട മൂലധനമാണ്. കേരള തീരവും ഖനനത്തിന് അനുകൂലമല്ല. കേരളത്തിൻ്റെ കോസ്റ്റൽ ബജറ്റ്, കേരളത്തിൻ്റെ തീരത്തെ ആയവും വ്യയവും, അതായത് അതിൻ്റെ അക്രീഷനും ഇറോഷനും കാരണം ഇത് ഖനനം നടത്താൻ പറ്റില്ല. കോസ്റ്റൽ ഡൈനമിക്സ് ഈ ഖനനം നടത്താൻ പറ്റുന്ന ഒന്നല്ല. വളരെ നേർത്ത ഒരു തീരമാണ് നമുക്കുള്ളത്. കായലുകൾക്കും നദീമുഖങ്ങൾ ഒരു വശത്തും മറുവശത്ത് അറബിക്കടലുമുള്ള വളരെ നേർത്ത ഒരു തീരപ്രദേശമാണ് നമുക്കുള്ളത്. ഇവിടെ എന്തെങ്കിലും ചെയ്താൽ ആ നിമിഷം അറിയും. നിങ്ങൾ വിഴിഞ്ഞത്ത് ചില ആക്ടിവിറ്റീസൊക്കെ നടത്തിയപ്പോൾ അതിൻ്റെ ഫലം അനുഭവിച്ചത് എവിടെയാണ്? ശംഖുമുഖത്തും കോവളത്തും ഒക്കെയാണ്. ലോകപ്രശസ്തമായ ശംഖുമുഖം ബീച്ച് ഇല്ലാതായി. കോവളത്ത് പോലും, പാറക്കെട്ടുകളുള്ള കോവളത്ത് പോലും അവിടുത്തെ മണൽ പോലും നഷ്ടപ്പെട്ടു പോയി. 1956 മുതൽ 1917 വരെയുള്ള ഈ ചവറ തീരത്തിൻ്റെ ആകാശ ചിത്രങ്ങൾ കാണിക്കുന്നത് 72.5 ചതുരശ്ര കിലോമീറ്റർ സ്ഥലം അവിടെ നഷ്ടപ്പെട്ടു പോയി. 7.5 ചതുരശ്ര കിലോമീറ്റർ സ്ഥലമാണ് അവിടെ അവശേഷിക്കുന്നത്. കേരളത്തിൻ്റെ തീരത്ത് തൊടാൻ പറ്റുന്നതല്ല. ഖനനം നടക്കില്ല. ധാതുമണൽ ഖനനം നടക്കില്ല. പ്രേതഭൂമിയാകും. നിങ്ങൾ ദയവ് ചെയ്തൊരു ടീമിനെ എവിടേക്ക് വിടൂ? ചവറ തീരത്തേക്ക് വിടൂ. പ്രേതഭൂമി, ഗോസ്റ്റ് ലാൻഡ്. എല്ലാ ഖനനം നടക്കുന്ന മേഖലകളും ഗോസ്റ്റ് ലാൻഡുകളാണ്. ഈ ചവറ തീരവും ഗോസ്റ്റ് ലാൻഡാണ്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് ഈ നദീമുഖങ്ങളിലൂടെയും കായൽ മുഖങ്ങളിലൂടെയും ഉപ്പുവെള്ളാകത്ത് കയറിയ അവിടെ അതിൻ്റെ pH വാല്യൂ കൂടുകയും അത് മലീമസമാവുകയും ഈ പ്രശ്നങ്ങളൊക്കെയും നിങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളൊക്കെയും സാധുവാണ്. എത്രത്തോളം വെച്ചാൽ ഈ മോണോസൈറ്റ് ഖനനം സ്വകാര്യവൽക്കരിക്കും എന്ന് ഇപ്പോൾ ഒരു നിയമമില്ല. ഞാൻ പരിശോധിച്ച നിയമത്തിലില്ല. 2023 ഭേദഗതിയും ഈ ആറ്റോമിക് ആക്ട് പ്രകാരമുള്ള ലിസ്റ്റിൽപ്പെടുത്തിയിരിക്കുകയാണ് മോണോസൈറ്റിനെ. അപ്പം എന്ത് ഖനനം ചെയ്യുമെന്നാണ് നിങ്ങൾ ആശങ്കിക്കുന്നത്? കേരളത്തിൽ എവിടെ സ്വകാര്യ മേഖല വരുമെന്നാണ് ആശങ്കിക്കുന്നത്? അദാനി പറഞ്ഞിരിക്കുന്നത് ഹീസ് ഇൻട്രസ്റ്റഡ് ഇൻ മോണോസൈറ്റ് ബെയറിംഗ് സാൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ മോണോസൈറ്റ് ബെയറിംഗ്. താല്പര്യമുണ്ടാവും, പക്ഷേ നിലവിലെ നിയമപ്രകാരം സാധ്യമല്ലല്ലോ ഭദ്രൻ ഭാസ്കരൻ. നിലവിൽ അവർക്ക് ഇവിടെ ഇതിനുള്ള അനുവാദം കിട്ടിക്കഴിഞ്ഞെന്നേ. ഈ മിനറൽ കോറിഡോറിലൊക്കെ ഇവർക്ക് പങ്കാളിത്തം ഉണ്ടെന്നേ. ഈ രണ്ട് സർക്കാരുകളും ഈ സ്വകാര്യ മേഖലയെ ഇതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ശരി, സ്വകാര്യ താല്പര്യം കൂടി പരിഗണിച്ചിട്ടാണ് അവർ ഈ തീരം ഖനനം ചെയ്യാൻ പോകുന്നത്. ശരി, അങ്ങനെ ഒരു ആക്ഷേപം നിലനിൽക്കുകയാണ്. പക്ഷേ അതിന്റെ വസ്തു എന്താണെന്ന് കൂടി അറിയേണ്ടതുണ്ട്. ശ്രീ വി കെ പ്രശാന്ത്, ഈ കരിമണൽ ഖനനം സ്വകാര്യവൽക്കരിക്കുമെന്ന ഭദ്രൻ ഭാസ്കരന്റെ ആശങ്കയോട് നിങ്ങളുടെ പ്രതികരണം എന്താണ്? അങ്ങനെയുള്ള പ്ലാനും ഉണ്ടോ? മുമ്പുണ്ടായിരുന്നോ? മുമ്പ് അത് പാടില്ല, ആ നിയമ ഭേദഗതി സമയത്ത് അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പി രാജീവ്, അന്നത്തെ വ്യവസായ മന്ത്രി, കേന്ദ്രത്തിന് ഒരു കത്തൊക്കെ എഴുതിയിരുന്നു. അല്ല, തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ നിലപാടിനോട് ഞാൻ വിയോജിക്കുകയാണ്. കാരണം LDFന്റെ നയം അതല്ല. പൊതുമേഖല വഴി ഇത്തരം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു സ്റ്റാൻഡാണ് കഴിഞ്ഞ LDF ഗവൺമെന്റ് എടുക്കുകയും അതിനാവശ്യമായിട്ടുള്ള പഠനങ്ങളിലേക്ക് കടക്കുകയും ചെയ്തത്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളം അതീവ ലോലമായിട്ടുള്ള പരിസ്ഥിതി മേഖലയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും പരിസ്ഥിതിയെ സംബന്ധിച്ചടക്കമുള്ള പഠന പ്രവർത്തനങ്ങൾ നടത്തി
പൊതുമേഖലയുടെ നിയന്ത്രണത്തിന് കീഴിലാവണം അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് LDF എക്കാലത്തും എടുത്തിരിക്കുന്ന സുവ്യക്തമായിട്ടുള്ള നിലപാട്. അതനുസരിച്ചിട്ടായിരിക്കും അത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ശ്രീ രാജു പി നായർ പറഞ്ഞ ചില കാര്യങ്ങളോടും എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം കഴിഞ്ഞ 10 വർഷം LDF ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അദ്ദേഹം CAG റിപ്പോർട്ട് പരിശോധിച്ചാൽ മനസ്സിലാവുമല്ലോ. ആ CAG റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു കാര്യം കേരളം ധനദൃഢീകരണ പാതയിലൂടെ സഞ്ചരിക്കുകയാണെന്നുള്ളതാണ്. ധനക്കമ്പി 2024-25 3.40% റവന്യൂ കമ്മി 2.29% ഒക്കെ ആ CAG റിപ്പോർട്ടിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ കൂടിച്ചേർത്ത ഭാഗമാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച തനത് നികുതി വരുമാനത്തിന്റെ വർധനവ് അടക്കമുള്ള കാര്യങ്ങൾ, നമ്മുടെ GST വരുമാനം വർദ്ധിപ്പിച്ച കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാലോ, കഴിഞ്ഞ 10 വർഷക്കാലം LDF ഗവൺമെന്റ് നിരവധി പ്രതിസന്ധികളെ നേരിട്ടല്ലോ. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമല്ലേ അത്. കോവിഡ് ആയാലും പ്രളയമായാലും നിപ്പയായാലും വെള്ളപ്പൊക്കത്തിന്റെ പ്രശ്നങ്ങളായാലും ആ സമയത്തൊക്കെ കേരളം തകർന്നു പോകാതെ പിടിച്ചു നിന്നത് LDF ഗവൺമെന്റ് ദൃഢനിശ്ചയത്തോടുകൂടി നടത്തിയ ഇടപെടലുകളാണ്. അത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് കേരളം അതിജീവനത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹം കണ്ണട ചിരുട്ടാക്കാൻ വേണ്ടി ശ്രമിക്കരുത്. കഴിഞ്ഞ 10 വർഷം കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വരുമാന വർധനവായാലും പശ്ചാത്തല സൗകര്യ വികസനമായാലും പദ്ധതി നടത്തിപ്പിലായാലും ഒക്കെ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കിഫ്ബിയിലൂടെ സമാഹരിച്ചിട്ടുള്ള പണമുണ്ടല്ലോ, അത് സ്കൂളുകൾ ഉണ്ടാക്കുന്നതിനും ആശുപത്രികൾ ഉണ്ടാക്കുന്നതിനും അല്ലെങ്കിൽ റോഡ് ഉണ്ടാക്കുന്നതിനും ചെലവഴിച്ചത് വലിയ പാതകമായി പോയി എന്നാണ് ഇപ്പോൾ പല ആളുകളും പറയുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ന് സ്ഥാപിക്കപ്പെട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് കിഫ്ബിയുടെ കൂടി സഹായത്തോടു കൂടിയാണ്. ഇപ്പൊ ഞങ്ങളൊക്കെ ജനപ്രതിനിധികൾ എന്ന നിലയിൽ വലിയ വികസന പരിപാടികൾ നടത്തിയെന്ന് ജനങ്ങളോട് പറയുന്നവരാണ്. അതിന് പണം ലഭ്യമായത് കിഫ്ബി വഴിയാണ്. ഇതൊക്കെ ബഡ്ജറ്റിലൂടെ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലാകാലങ്ങളിൽ അത് ചെയ്യാത്തതിന്റെ കെടുതികളാണ് കേരളം അനുഭവിച്ചത്. സ്കൂളുകൾ പൂട്ടുന്ന സ്ഥിതി ഉണ്ടായത്, ആശുപത്രികൾ തകർന്നു പോകുന്ന സ്ഥിതി ഉണ്ടായത്, റോഡുകൾ ഇല്ലാത്തൊരു സ്ഥിതി ഉണ്ടായത്, നാഷണൽ ഹൈവേ നടക്കാത്തത്, പവർ കട്ടിലേക്ക് കേരളം കടന്നുപോയത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് ധനാഗമ മാർഗം എന്ന നിലയിൽ കിഫ്ബിയെ സമീപിച്ച് അതിനെ ദൃഢീകരിച്ച് ഉണ്ടാക്കിയിട്ടുള്ള പണത്തിന്റെ മേലെയാണ് ഞങ്ങൾ ജനപ്രതിനിധികളൊക്കെ തന്നെ വലിയ വികസന പരിപാടികൾ നടപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞത് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കണം. UDF MLA-മാരുടെ മണ്ഡലങ്ങളിലടക്കം അത്തരം വലിയ വികസന പരിപാടികൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം പ്രത്യേകമായിട്ട് കാണണമെന്ന് കൂടി ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ ബഡ്ജറ്റിൽ കൃത്യമായിട്ടുള്ള ദിശാബോധമില്ല. കുറേ ആശയങ്ങൾ അദ്ദേഹം പറഞ്ഞു, അതിനെയൊക്കെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെ നടപ്പാക്കും എന്നുള്ള കാര്യത്തിലാണ് ഞങ്ങൾ തർക്കം ഉന്നയിച്ചത്. ഇതിനകത്ത് സ്വകാര്യവൽക്കരണമാണോ അദ്ദേഹം കാണുന്ന അജണ്ട എന്ന് പറയുന്നത്? അപ്പോൾ അത് വ്യക്തമാക്കാൻ അദ്ദേഹം തയ്യാറാകുന്നുമില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ കായിക വികസനം ഏതെങ്കിലും വ്യക്തമായിട്ടുള്ള ഒരു പദ്ധതി അദ്ദേഹം ഈ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നോ? മലബാറിലൊരു സ്റ്റേഡിയം നിർമ്മിക്കും, അതാണോ കായിക വികസനത്തിന് അടിസ്ഥാനപരമായിട്ട് വേണ്ടത്? അപ്പോൾ പുതിയ പ്രതിഭകളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള പദ്ധതി ഈ ബഡ്ജറ്റിൽ ഇല്ല എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അദ്ദേഹം പോർട്ട് വികസനത്തിന്റെ കാര്യം പറഞ്ഞു. അതിനോട് കൂട്ടിച്ചേർക്കുന്ന എന്താ? മ്യൂസിയമാണ് അദ്ദേഹം വെക്കുന്ന ഒരു പ്രായോഗിക പ്രോജക്റ്റ്. ബാക്കിയെല്ലാം സാങ്കല്പികമായിട്ട് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ നടന്നാൽ നമുക്ക് സ്വാഗതം ചെയ്യാം. പക്ഷേ അവിടെ പ്രായോഗിക പദ്ധതികളില്ല എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇപ്പോൾ എയർ ഹബ്ബ് നമ്മുടെ വിമാനത്താവളങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് വെക്കുന്ന പ്രോജക്റ്റ് എന്താ? അവിടെ ഒരു കൺവെൻഷൻ സെന്റർ വരുമെന്നാണ്. അപ്പോൾ വിമാനത്താവള വികസനവും ഈ കൺവെൻഷൻ സെന്ററുമായിട്ട് അദ്ദേഹം റിലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണത് പ്രായോഗികമായിട്ട് നമുക്ക് നടപ്പാക്കാൻ വേണ്ടി കഴിയുക? കൺവെൻഷൻ സെന്റർ വരണം, തീർച്ചയായിട്ടും അത് 10,000 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ അവിടെ വരുമെങ്കിൽ അത് സ്വാഭാവികം തന്നെയാണ്. പക്ഷെ അതെങ്ങനെയാണ് വിമാനത്താവളങ്ങൾക്ക് കൂടുതൽ ഗുണകരമാവുക? ഈ വിമാനത്താവളങ്ങൾക്ക് കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുമോ? അതിന് ഭൂമി ഏറ്റെടുക്കുമോ? അതിനാവശ്യമായിട്ടുള്ള പണം ഈ ബഡ്ജറ്റിലൂടെ നീക്കി വയ്ക്കുന്നുള്ളൂ എന്നുള്ള ക്വസ്റ്റ്യൻ അതിനകത്ത് വരികയാണ്. ഇപ്പോൾ സിനിമാ വ്യവസായത്തിന് കൊച്ചിയിൽ പാർക്ക് ഉണ്ടാക്കുമെന്ന് പറയുന്നു. ഈ അടുത്ത 5 വർഷം കൊണ്ട് ഇത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയുമോ? തിരുവനന്തപുരത്തുള്ള സിനിമാ പാർക്കിനെ സംബന്ധിച്ച് അദ്ദേഹം മിണ്ടുന്നുമില്ല. അപ്പോൾ അത്തരം ചില പ്രായോഗിക പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇപ്പോൾ കോഴിക്കോട് കൾച്ചറൽ പാർക്ക് കൊണ്ടുവരുമെന്ന് പറയുന്നു, നല്ലൊരു കാര്യമാണ്. പക്ഷേ നമ്മുടെ സാംസ്കാരിക രംഗത്തിന്റെ മറ്റ് വികസന കാര്യങ്ങളെ സംബന്ധിച്ച് ബഡ്ജറ്റ് മൗനം പാലിക്കുകയാണ്. ഇപ്പോൾ വന്യജീവി പ്രശ്നം വലിയ നിലയ്ക്ക് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണല്ലോ. ഈ ബഡ്ജറ്റിൽ വെക്കുന്ന പരിഹാര മാർഗം എന്താ? സെൻസസ് നടത്തുമെന്നുള്ളതാണ്. അപ്പോൾ സെൻസസിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും പ്രായോഗികമായിട്ടുള്ള സമീപനം അവിടെ എടുക്കുമോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ചൊന്നും ഈ ബഡ്ജറ്റിൽ യാതൊരുവിധ കാര്യങ്ങളും പറയുന്നില്ല. ഞങ്ങളതാണ് പറഞ്ഞത്, വളരെ അപ്രായോഗികമായിട്ടുള്ള ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും അത് ഇന്ന രീതിയിൽ ഞങ്ങൾ നടപ്പിലാക്കും എന്ന കൃത്യമായിട്ടൊരു ദിശാസൂചിക നൽകാതിരിക്കുകയും ചെയ്യുന്ന ഒരു ബഡ്ജറ്റാണ് ഇപ്പോൾ വന്നത് എന്നുള്ളതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. ശരി, ശ്രീ രാജു പി നായർ, അതൊരു ബേസ് ഇട്ട് പോവുകയാണോ? അടുത്ത 5 വർഷം കൊണ്ട് നടപ്പാക്കിയാൽ മതി, ഒരു ബേസ് ഇട്ട് പോവുകയാണോ ബഡ്ജറ്റിലൂടെ ചെയ്തത്? ഇതൊക്കെ വളരെ പക്വതയില്ലാത്ത
കുറേ പ്രതികരണങ്ങളുടെ ഭാഗമായിട്ട് മാത്രം ഉണ്ടാകും. ഒന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നത് വലിയ രീതിയിൽ വരുമാനം വർദ്ധിച്ചു. എങ്ങനെയാണ് വരുമാനം വർദ്ധിച്ചത്? 2016 ഇവർ അധികാരത്തിൽ കയറുമ്പോൾ ഉള്ള ഈ വരുമാനം വർദ്ധിക്കുക കാഷിന്റെ ബേസിൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ബേസിൽ പറഞ്ഞാൽ അത് വലിയ കൺഫ്യൂസിംഗ് ആണ്. കാരണം 2016 72 രൂപ ഉണ്ടായിരുന്ന പെട്രോളിൽ നിന്ന് 115 രൂപയാണ്. അപ്പം 72 നിന്ന് കിട്ടുന്ന നികുതിയല്ല 115 ഉണ്ടാകുമ്പോൾ കിട്ടുന്ന നികുതി, ഇല്ലേ? നമ്മുടെ ഇൻഫ്ലേഷൻ ഉണ്ടായി. ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പോൾ എന്താ? ടാക്സ് സർക്കാരിന് കൂടുകയാണ്. ടാക്സ് സർക്കാരിന് കൂടുക, പെർസെൻറ്റേജ് കണക്കിലല്ലേ ടാക്സ് കൂടുകയാണ്. ഇങ്ങനത്തെ സ്വാഭാവിക വർധന വരുമാനത്തിനുണ്ടായി. 10 വർഷം കൊണ്ട് പുതിയ വരുമാന സ്രോതസ് കണ്ടുപിടിക്കാൻ എന്ത് സാധിച്ചു എന്ന് ചോദിച്ചാൽ ഇല്ല, ഒന്നും പറയാനില്ല. നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നികുതി, ഇപ്പൊ സോപ്പും ചീപ്പും കണ്ണാടിയും മേടിക്കുമ്പോ ഉണ്ടെങ്കിൽ നികുതി ഉണ്ടെങ്കിൽ ആ നികുതി സർക്കാർ 2021 ബജറ്റിൽ ഒരു നോളജ് ബേസ്ഡ് എക്കോണമി എന്നായിരുന്നു പിണറായി വിജയൻ സർക്കാർ പ്രഖ്യാപിച്ചത്. അത് 5 വർഷം കൊണ്ട് നടപ്പാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അത്രയും ഭാവനാപൂർവമായ പദ്ധതികളെ പ്രഖ്യാപിക്കുന്നു നിങ്ങളും. നിങ്ങൾ ബ്ലൂ എക്കണോമിയിൽ പറയുന്നു നിങ്ങൾക്ക് കഴിയില്ല, നിങ്ങൾക്ക് അതിന് ദിശാബോധമില്ല, നിങ്ങൾ അതിൽ പ്രായോഗിക മാതൃക ചൂണ്ടിക്കാട്ടുന്നില്ല എന്നാണ് പ്രശാന്തിന്റെ അജിംസെ ഈ പദ്ധതി പ്രഖ്യാപിക്കുകയും ആ പദ്ധതിക്ക് പണം കണ്ടെത്തുകയും ചെയ്യേണ്ട ഒരു സമീപനം ഉണ്ടാവണമായിരുന്നു. ആരെങ്കിലും എഴുതി കൊടുക്കുന്ന പദ്ധതി പറഞ്ഞിട്ട് അതിന് വരുമാനം ഉണ്ടാക്കാതിരുന്നിട്ട് കാര്യമുണ്ടോ? ഞാൻ ചോദിച്ചത് GST വരുമാനം മെച്ചപ്പെടുത്തുന്നതിൽ എത്ര. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ സർക്കാരിന്റെ സ്റ്റേറ്റ് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി അല്ലേ പറഞ്ഞത് IGSTയുടെ റിട്ടേൺ ഫോം പരിഷ്കരിക്കാത്തതിന്റെ പേരിൽ 5 വർഷം കൊണ്ട് 25,000 കോടി നഷ്ടപ്പെട്ടു, ഇല്ലേ? 5 വർഷം കൊണ്ട് 25,000 കോടി നഷ്ടപ്പെടുത്തിയൊരു ഗവൺമെന്റ് അല്ലേ ഈ കഴിഞ്ഞ ഗവൺമെന്റ്? ഇവർ വരുമാനം കൂട്ടിയതാണോ പറയുന്നത്? എന്തു വരുമാനം പുതുതായിട്ട് ഉണ്ടാക്കാൻ സാധിച്ചു? GST ഇപ്പൊ ഇന്നലെ ഡോക്ടർ തോമസ് ഐസക് ഇട്ടിരിക്കുന്ന പോസ്റ്റിൽ പറയുകയാണ് സ്വർണത്തിന്റെ വരുമാനം 600 കോടി മാത്രമാണ്, പിന്നെ എങ്ങനെ പൈസ ഉണ്ടാക്കും? ഞാൻ ചോദിക്കട്ടെ, ഇദ്ദേഹത്തിന്റെ പരാജയമല്ലേ? 10 വർഷം മുമ്പ് സ്വർണത്തിന് 500 കോടി ഉണ്ടായിരുന്നത് 10 വർഷത്തിന് ശേഷം ഇന്ന് സ്വർണത്തിന്റെ ഇരട്ടി 10 ഇരട്ടിയോളം വില വർദ്ധിച്ച സമയത്ത് 10-15 ഇരട്ടി വില വർദ്ധിച്ച സമയത്ത് 600 കോടി മാത്രമാണ് സ്വർണത്തിന്റെ വരുമാനം ഉണ്ടെന്ന് 1 മാസം മുമ്പ് ഇറങ്ങിപ്പോയ ഗവൺമെന്റ് പറഞ്ഞാൽ പിടിപ്പ് കേട്. ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ അല്പം ഉളുപ്പെങ്കിലും വേണ്ടേ? എന്തുകൊണ്ട് സ്വർണത്തിന്റെ നികുതി പിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ല? GST വരുമാനം, E-way ബില്ല് ഉൾപ്പെടെയുള്ള കാര്യം ഞാൻ ഈ ചർച്ചയിലാണോ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. E-way ബില്ല് ഉൾപ്പെടെ പരിഷ്കരിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. അപ്പം ഇവരുടെ പിടിപ്പ് കേടുകൊണ്ട് നമുക്ക് ലഭിക്കേണ്ട GST ഉൾപ്പെടെയുള്ള വരുമാനം മുഴുവൻ ഇല്ലാതെയാക്കി. എന്നിട്ട് ഭാവനയിൽ നിന്ന് കണക്കുണ്ടാക്കി. നോക്കൂ, ഇപ്പൊ തന്നെ തോമസ് ഐസക് സമ്മതിച്ചല്ലോ, അവർ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ പ്ലാനിൽ 20,500 കോടി ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം സമ്മതിച്ചു. അദ്ദേഹം ചോദിച്ചല്ലോ, VD സതീശൻ ഈ പൈസ എവിടെ നിന്ന് ഉണ്ടാക്കും എന്ന് ചോദിച്ചല്ലോ. അപ്പൊ ഭാവനയിൽ നിന്ന് പദ്ധതി ഉണ്ടാക്കിയിട്ട് നടത്തുക. എന്നിട്ട് പദ്ധതി നടത്തിപ്പിനെ കുറിച്ചാണ് ശ്രീ പ്രശാന്ത് പറയുന്നത്. പ്രശാന്തിന് ഓർമ്മയില്ലേ 2024-25 സാമ്പത്തിക വർഷം ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതെ, 2024-25 സാമ്പത്തിക വർഷത്തെ പദ്ധതി വിധം 50% വെട്ടിക്കളഞ്ഞില്ലേ നിങ്ങൾ? 50% പദ്ധതി നിങ്ങൾ വെട്ടിക്കളഞ്ഞില്ലേ? പണം ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾക്ക് ഇത്രയും വലിയ വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാ പദ്ധതി വെട്ടിക്കളഞ്ഞത്? അപ്പൊ ഇതൊക്കെ വെറുതെ ഇതായിട്ട് പറയാം. പിന്നെ പൊതുമേഖലയിൽ ഖനനം എനിക്ക് നല്ല ഹഠാത് ആകർഷിച്ചു. എനിക്കത് പൊതുമേഖലയിൽ ഖനനമാണ് ഞങ്ങളുടെ നിരന്തര നിലപാട്. ഇന്ന് പഴയ മുഖ്യമന്ത്രിയുടെ മകള് തിരുവനന്തപുരത്ത് EDOയുടെ കൂടെ ബാങ്ക് ലോക്കറിന്റെ അവിടെ നിന്ന് എന്തിനാണെന്നറിയോ? 2019 ഈ പറയുന്ന ക്യാപിറ്റലിസ്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്ന അല്ലെങ്കിൽ തീവ്ര വലതുപക്ഷ സാമ്പത്തിക നയം പിന്തുടരുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് 2019 ഈ പ്രധാനപ്പെട്ട ഖനനമെല്ലാം ക്രിട്ടിക്കൽ മൈനിങ് എല്ലാം പൊതുമേഖലയിൽ മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ഓർഡർ മടക്കി പെട്ടിയിൽ വെച്ച് ശശിധരൻ കർത്തയ്ക്ക് വീണ്ടും ഖനനം ചെയ്യാൻ അനുമതി കൊടുത്ത് അവസാനം ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി വന്നതിന് ശേഷം മാത്രം ഇത് റദ്ദാക്കി നടപടിയെടുത്ത ഈ പിണറായി വിജയന്റെ സർക്കാരിന്റെ വക്താവാണ് പറയുന്നത് പൊതുമേഖലയിൽ ഖനനം എന്നാണ് ഞങ്ങളുടെ നിരന്തരാവശ്യം. എന്തൊരവസ്ഥയാണ്! ED ചോദ്യം ചെയ്യുന്ന എന്തിനാ? ഈ കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് മാസപ്പടി മേടിച്ചതിനാണ്. അത് ഈ നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെ മറച്ചു വെച്ചുകൊണ്ട് ആ സ്വകാര്യ വ്യക്തി മേഖലയ്ക്ക് ഖനനം ചെയ്യാൻ അനുമതി കൊടുത്തതെന്നാണ് അതിനകത്തുള്ള കിട്ട്രോക്കോ, ഇല്ലേ? അപ്പൊ ഇതൊക്കെ പറയുന്നതിന് അല്പം ഇത് വേണം. പിന്നെ കിഫ്ബി ഇല്ലാതെ ഈ നാട്ടിലൊന്നും നടന്നിട്ടില്ലേ? നമ്മുടെ നാട്ടിൽ കാണുന്ന സ്കൂളും ആശുപത്രി കെട്ടിടങ്ങളും ഉണ്ടാക്കിയ കിഫ്ബിയാണോ? അതിനല്ലേ പൊതുമരാമത്ത് വകുപ്പ്. പൊതുമരാമത്ത് വകുപ്പിന് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തികൾ ഇവർ കിഫ്ബി എന്ന് പറഞ്ഞ ഓഫ് ബജറ്റ് ബോറോയിങ് സംവിധാനം എന്ന് പറഞ്ഞുണ്ടാക്കിയിട്ട് അതിൽ നിന്നവിടെ ഞാൻ കുറെ ചർച്ചകളിൽ ഈ കഴിഞ്ഞ സർക്കാരിന്റെ നേട്ടങ്ങളെ കുറിച്ച് സംസാരിച്ച ചർച്ചയിൽ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എടുത്ത് സൂചിപ്പിക്കാൻ പറ്റുന്ന ഒറ്റ വികസന പദ്ധതി 10 വർഷം കൊണ്ട് നടപ്പാക്കിയോ നിങ്ങളൊന്ന് പറയാൻ പറഞ്ഞു. നിങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ മതി. ഒന്നുമില്ല. പറയാനുള്ളത് ആകെ ഹൈവേക്ക് 5,000 ചില്ലാനും രൂപ കൊടുത്തു. 5,000 ചില്ലാനും കോടി സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാനായിട്ട് കിഫ്ബിയുടെ ആവശ്യമുണ്ടോ?
കിഫ്ബിയാണോ സ്ഥലം ഏറ്റെടുക്കേണ്ടത്? നമ്മുടെ ഗവൺമെന്റ് അല്ലേ പണം കൊടുക്കേണ്ടത്? ഗവൺമെന്റ് പണം കൊടുത്ത് സ്ഥലം ഏറ്റെടുക്കുന്നതിന് കിഫ്ബി എന്തിനാ? അപ്പൊ നമ്മുടെ പ്ലാനിനെ പോലും അട്ടിമറിച്ച്, എന്ന് വെച്ചാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുൾപ്പെടെ നമ്മുടെ വിഭവങ്ങളിൽ അർഹമായ പങ്കാളിത്തം കൊടുക്കേണ്ട അടിസ്ഥാനപരമായ ആശയത്തെ അട്ടിമറിച്ച് കിഫ്ബി എന്ന് പറഞ്ഞ് പുതിയൊരു സംവിധാനം ഉണ്ടാക്കി, എന്നിട്ട് അതിന് ചിട്ടിപിരിച്ച് പണം ഉണ്ടാക്കി എന്ന് പറഞ്ഞു. അതിനുശേഷം 9.75% പണമെടുത്ത് ഈ നാടിന് അധിക സാമ്പത്തിക വരുത്തി വെച്ചല്ലേ അവിടെ ഭൂത്തിന്റെ ഇടമായി മാറി. 50ഓളം ഉദ്യോഗസ്ഥർ 1.5 ലക്ഷം ശമ്പളത്തിലിരിക്കുക, വിരമിച്ച ഉദ്യോഗസ്ഥർ 50ഓളം പേര്. എന്തിനാണ് ഈ വേറൊരു സാമ്രാജ്യം ഉണ്ടാക്കിയത്? നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി അത്രമാത്രം ഒരു കഴിവില്ലാത്തതുകൊണ്ടാണോ? അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പിന് കഴിവില്ലാത്തതുകൊണ്ടാണോ? അപ്പൊ ഇതല്ല, എന്നിട്ട് അതിൽ നിന്നാണല്ലോ ഡെപ്യൂട്ടേഷൻ നിയമിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള വികലമായ സാമ്പത്തിക നയം കൊണ്ട് 10 വർഷം തകർത്തെറിഞ്ഞൊരു കേരളമാണ്. ആ കേരളത്തെ തിരിച്ചു പിടിക്കേണ്ടത്. ഞങ്ങൾ വിവരം എങ്ങനെ വിഭവ സമാഹരണം നടത്താൻ പോകുന്നത്? ഞങ്ങൾ ഉണ്ടാക്കുന്നത് കേരളത്തിലെ ടാക്സ് സ്ട്രക്ചറിലുള്ള ലീക്ക് മുഴുവൻ ഇല്ലാതെയാക്കാൻ പോവുക. ഞങ്ങൾ ടാക്സ് കളക്ഷൻ എഫിഷ്യന്റ് ആക്കി മാറ്റും, ഇന്റലിജൻസ് സംവിധാനം എഫിഷ്യന്റ് ആക്കി മാറ്റും. ഞങ്ങൾ അതിലൂടെ ആ പണം, നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന പണം തിരിച്ചു പിടിക്കും, ദൂർത്തൊഴിവാക്കും. കണ്ടില്ലേ മുഖ്യമന്ത്രി 3 കാറിൽ യാത്ര ചെയ്യുന്നത്? അത് മെസ്സേജാണ്. അതുകൊണ്ട് വലിയ കോടികൾ ലാഭിക്കാന്നല്ല, മെസ്സേജാണ്. ഈ പറയുന്ന ദൂർത്ത് നിയമനങ്ങൾ ഞങ്ങൾ റദ്ദാക്കും. ലോക കേരള സഭ പോലെയുള്ള ദൂർത്ത് ഇല്ലാതെയാക്കും. ഹെലികോപ്റ്റർ പോലെയുള്ള ദൂർത്ത് ഇതൊക്കെ കളഞ്ഞ് കുറെ കോടി പിരിച്ചുകൊണ്ടുവരാൻ പറ്റുന്നേ. ആ പൈസയൊക്കെ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഉള്ള പണം ഉണ്ടാവും. പക്ഷെ അതിന് സമയം വേണം. ആ ആദ്യത്തെ ഫിനാൻഷ്യൽ ഇയറിൽ ഈ വിഭവങ്ങൾ അല്ലെങ്കിൽ ടാക്സ് കളക്ഷൻ ഊർജിതമാക്കി മാറ്റി പണം ഉണ്ടാക്കിയതിനു ശേഷമാണ് തുടങ്ങുന്നത്. അതിനു മുമ്പ് ഈ പദ്ധതികൾ തുടങ്ങി വെക്കണം. ആ തുടങ്ങി വെക്കുകയാണ്. 10 കോടി എത്രയാണ് ഇതിനു വേണ്ടിയിട്ടുള്ള പ്രീമിയം വരുന്നത് നമുക്കാർക്കും അറിയാവോ? നമ്മുടെ റിസ്ക് ഫാക്ടേഴ്സ് അറിഞ്ഞ് ഒരു ഇൻഷുറൻസ് കമ്പനിയെ കണ്ടുപിടിച്ച് ആ ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ ബിഡിങ് വരുന്നത് അതിന്റെ പ്രീമിയം കണക്കാക്കി എത്ര പ്രീമിയം വരുന്നു എന്ന് കണ്ട് അതിൽ സർക്കാർ ആർക്കൊക്കെ കൊടുക്കണമെന്ന് തീരുമാനിച്ച് നടപ്പാക്കേണ്ടതല്ലേ? അതിനല്ലേ 10 കോടി പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് നടപ്പാക്കുന്നത്. അതല്ലാണ്ട് 25 ലക്ഷം അതുമായി വേഗം തന്നെ 80 ലക്ഷം കുടുംബങ്ങളെ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇത് ഫ്ലോപ്പാണെന്ന് പറയുന്നവർക്ക് ഇതിനെ സംബന്ധിച്ച് ഒരു വിവരവും ഒരു ധാരണയും ഇല്ലാതെ 25 ലക്ഷം രൂപയുടെ കവറേജ് കൊടുക്കുന്നു. ശ്രീ ജയസഡൂർ, ഇവിടെ കിഫ്ബി റീസ്ട്രക്ചർ ചെയ്യുന്നതെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ 10 വർഷം ഈ രാജു പിന്നാർ ചൂണ്ടിക്കാട്ടിയതുപോലെ വലിയ പദ്ധതികൾ കൊണ്ടുവന്ന് വരുമാനം ഉണ്ടാക്കുന്ന പദ്ധതികളൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ പശ്ചാത്തല സൗകര്യ വികസനം, സ്കൂള്, ആശുപത്രി, ഹൈവേ, റോഡുകൾ, ഇതിലൊക്കെ അത്യാവശ്യം ഭംഗിയാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആ സർക്കാരിന് കഴിഞ്ഞത് കിഫ്ബി ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ കിഫ്ബി ഇല്ലാതെ ഞങ്ങൾ ടാക്സേഷൻ കാര്യക്ഷമമാക്കി വരുമാനം കണ്ടെത്തും എന്നുള്ള രാജു പി നായരുടെ അവകാശവാദം എത്രമാത്രം പ്രായോഗികമായിരിക്കും? അത് മതിയാകുമോ നമുക്ക്? കിഫ്ബിയെ സംബന്ധിച്ചിട്ട് കിഫ്ബിയുടെ 21,000 രൂപയുടെ കടമാണ് കിഫ്ബി ഉള്ളത് ഓഫ് ബജറ്റിൻ്റെ. 35,000 രൂപയുടെ കമ്മിറ്റ്മെന്റ് ആണ് കിഫ്ബി ഇപ്പം നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ കൂടുമ്പോഴാണ് ഏതാണ്ട് 87,000 കോടി രൂപയുടെ ബാധ്യത എല്ലാം കൂടെ മാർച്ച് വരെ ഉണ്ട്. അതായത് കിഫ്ബിയുടെ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ, അത് കിഫ്ബി അപ്രൂവ് ചെയ്തിട്ടിരിക്കുന്ന 35,000 കോടി. ഇനിയിപ്പോൾ കിഫ്ബി എന്ന് പറഞ്ഞ കിഫ്ബിയുടെ പ്രശ്നം പലതാണ്. കിഫ്ബിയെ സംബന്ധിച്ചിട്ട് 3 പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രശ്നം, കിഫ്ബി ഈസ് കംപ്ലീറ്റ്ലി എന്താ പറഞ്ഞാൽ അത് ഗവേൺ ചെയ്യുന്ന കുറച്ച് ഉദ്യോഗസ്ഥന്മാരാണ്. സാധാരണ ഒരു ഗവർണൻസിൽ എക്സിക്യൂട്ടീവ് ഈസ് അക്കൗണ്ടബിൾ ടു ദ ലെജിസ്ലേച്ചർ എന്നുള്ളതാണ് നമ്മുടെ ഡെമോക്രാറ്റിക് ഗവർണൻസിലെ ആദ്യത്തെ കാര്യം. ഇവിടെ എക്സിക്യൂട്ടീവ് കിഫ്ബിയുടെ കാര്യത്തിൻ്റെ അത് സ്പെഷ്യൽ വേഗങ്ങൾ ഉണ്ടാക്കിയിട്ട് KM അബ്രഹാം തീരുമാനിക്കും കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്. മനസ്സിലായില്ലേ? ഈ ഇവിടുത്തെ ലെജിസ്ലേച്ചേഴ്സിന് അറിയത്തില്ല. പക്ഷേ ഇതിൻ്റെ 21,000 കടം കൊടുക്കേണ്ടത് തിരിച്ചു കൊടുക്കേണ്ട ആരാന്നറിയാമോ? അത് ബജറ്റിൽ നിന്നാണ്. അവിടെയാണ് അതിൻ്റെ അകത്തെ ഒരു കോൺട്രഡിക്ഷൻ. അതായത് ഓഫ് ബഡ്ജറ്റിൽ നമ്മൾ കടം എടുക്കുന്നു, അത് എങ്ങനെ ചെലവാക്കുന്നു എന്നുള്ളത് KM അബ്രഹാമും പുള്ളിയുടെ ടീമും തീരുമാനിക്കും. ഇത് കിഫ്ബി തുടങ്ങിയപ്പോൾ നിങ്ങൾ 2016 ധവളപത്രം ഒന്ന് വായിച്ചു നോക്കണം. കിഫ്ബി തുടങ്ങിയപ്പോൾ പറഞ്ഞത് കിഫ്ബി പൈസ ഉണ്ടാകും. സോ വി വിൽ റിട്ടേൺ ഓൺ ദ ഇൻവെസ്റ്റ്മെന്റ് കിട്ടും, അതുകൊണ്ട് നമ്മൾ അടയ്ക്കുമെന്നാണ് അന്ന് തോമസ് ഐസക് പറഞ്ഞത്. അപ്പോൾ കിഫ്ബിയെക്കുറിച്ച് നമ്മൾ ഒരു വിലയിരുത്തൽ നടത്തണം. അതിൻ്റെ എന്താണ് അഡീഷൻ? ഡെമോക്രാറ്റിക് ഗവർണൻസിൻ്റെ അകത്ത് ആ വിമർശനങ്ങളോടൊപ്പം തന്നെ കിഫ്ബി അല്ലെങ്കിൽ മറ്റെന്ത് പണം വേണമല്ലോ. അല്ല, പണം വേണം,
അപ്പൊ കിഫ്ബിയെ സംബന്ധിച്ചിട്ട് എന്താണ് ഇപ്പൊ കിഫ്ബി പിന്നെ പിരിച്ചുവിടാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഒരു ഹൈ പവർ കമ്മിറ്റി തീരുമാനിക്കും. കാരണം കിഫ്ബിക്ക് ലയബിലിറ്റി ഉണ്ട്. ഒന്നിൽ കിഫ്ബിയെ പിന്നെ ബജറ്റിന്റെ അകത്ത് കൊണ്ടുവരണം. ഓഫ് ബജറ്റ് ബോറോയിങ്ങിന്റെ അകത്ത് കിഫ്ബി പ്രത്യേകിച്ചും നേടിയില്ല. കാരണം 21,000 കോടി രൂപ കൊടുക്കാനുണ്ട്. പിന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് പ്രശാന്ത് പറഞ്ഞതിനോട്, ഈ പ്രശാന്ത് ഏറ്റവും പ്രാക്ടിക്കൽ കാര്യം, സിൽവർ ലൈൻ ആർക്ക് വേണ്ടി ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. 51.2 കോടി രൂപയാണ് അതിനുവേണ്ടി ചെലവാക്കിയത്. 29 കോടി രൂപയാണ് ആ DPR വേണ്ടി ചെലവാക്കിയത്. ആ DPR പഠിച്ച ആളാണ് ഞാൻ. സിസ്ട്ര എന്ന് പറയുന്ന ഫ്രഞ്ച് കമ്പനിക്കല്ല, അവരുടെ ഇന്ത്യൻ പിന്നെ കൊളാബറേഷന് വേണ്ടി. എന്ത് ഭാവനയാണ് വന്നത്? 2022 പറഞ്ഞു, 2024 നമ്മൾ സിൽവർ ലൈൻ ഓടിച്ച് 85,000 പേര് യാത്ര ചെയ്തിട്ട് നമ്മൾ അപ്പക്കച്ചവടം നടത്തുമെന്ന് പറഞ്ഞു. എന്താണ് ഫലത്തിലുണ്ടായത്? ഇവിടുത്തെ ടാക്സ് പേയേഴ്സിന്റെ 1.6 കോടി രൂപ നമ്മൾ ചെലവാക്കി. അതിൻ്റെ അകത്ത് 2.5 കോടി ചെലവാക്കി നമ്മൾ മഞ്ഞക്കുറ്റി ഇട്ടു. മനസ്സിലായില്ലയോ? അത് ഈ ഗവൺമെന്റ് വന്നതിൽ ഏറ്റവും നല്ല കറക്റ്റ് തീരുമാനം എടുത്തതെന്ന് പറഞ്ഞാൽ ഈ മഞ്ഞക്കുറ്റി അരയ്ക്കുക എന്നുള്ളത്. കാരണം ആയിരക്കണക്കിന് ആൾക്കാരുടെ ഭൂമി സ്വതന്ത്രമായി. അപ്പോ ഈ നടപ്പാക്കാത്ത പദ്ധതികൾ ഒരുപാടുണ്ട്. 2016 ധവളപത്രം കഴിഞ്ഞിട്ട് എൻ്റെ പ്രിയ സുഹൃത്ത് തോമസ് ഐസക് പറഞ്ഞു കേരളത്തിൽ 14 സാംസ്കാരിക സമുച്ചയങ്ങൾ ഉണ്ടാക്കുമെന്ന്. അതിന് ഓരോന്ന് 14 പേരിട്ടു. എന്നിട്ട് 780 കോടിക്ക് ഇത് പണിയെന്ന് പറഞ്ഞു. ഒരെണ്ണം കണ്ടിട്ടില്ല എൻ്റെ പ്രിയ പ്രശാന്ത്. ഞാൻ ഈ ബജറ്റിൻ്റെ അകത്തുള്ള, കഴിഞ്ഞ പ്രാവശ്യത്തെ ബജറ്റിൻ്റെ അകത്തുള്ള പറഞ്ഞതും ചെയ്തതും, ഇപ്പൊ ഈ ബജറ്റ് VD സതീശൻ അവതരിപ്പിച്ച ബജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ബജറ്റ് അല്ല. ഇപ്പോഴത്തെ കൺസ്ട്രെയിൻസിനനുസരിച്ചിട്ട് ഏതാണ്ട് 87 കോടി രൂപയുടെ ബാധ്യത, 5.07 കടം. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞല്ലോ, ടാക്സ് എങ്ങനെയാണ് എക്കണോമിക്സിൽ പഠിക്കുന്നത്? സ്റ്റേറ്റിന്റെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിന്റെ എത്ര ശതമാനമാണ്? അപ്പൊ സ്റ്റേറ്റിന്റെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിന്റെ 6.14 പിന്നെ ശതമാനമാണ് ഇപ്പൊ നമ്മൾ എടുക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മളൊരു ഓപ്റ്റിമം ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ GSDPയുടെ, അതായത് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിന്റെ ഒരു 7% വരെ എടുക്കാം. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഈ അബ്സല്യൂട്ട് നമ്പർ വെച്ചല്ല നോക്കേണ്ടത്. അത് പിന്നെ രാജു പിമാർ പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ യോജിക്കുക. കാരണം അബ്സല്യൂട്ട് നമ്പർ ഉണ്ടല്ലോ, നമ്മളിപ്പോ ചിലപ്പോൾ നമ്മൾ പറയാം റെമിറ്റൻസ് കൂടിയെന്ന്. റെമിറ്റൻസ് പൈസയിൽ കുറച്ച് കൂടി ഇരിക്കും. കാരണം എന്താ അറിയാം, പിന്നെ രൂപയുടെ വാല്യൂ കുറഞ്ഞു. $1 പണ്ട് 80 കിട്ടിയെടുത്ത് ഇപ്പം 93 രൂപ കിട്ടും. അപ്പോ നമ്മൾ 2 ലക്ഷം കോടി വന്നു എന്ന് പറഞ്ഞാൽ ഡോളർ ടേംസിൽ ഇറ്റ് ഹാസ് നോട്ട് ഇൻക്രീസ്ഡ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ എന്താ കണക്കുകൾ പറയുമ്പോഴത്തേന് കാര്യം ശരിയാണ്. ഈ പ്രശാന്ത് പറഞ്ഞ കാര്യം ശരിയാണ്. പക്ഷേ ഈ ഒരു മാസത്തിനകം നടക്കത്തില്ല എന്ന് പറഞ്ഞ പിന്നെ സൗജന്യ പദ്ധതി നടപ്പാക്കിയല്ലോ ജൂൺ 15 തൊട്ട്. നടക്കത്തില്ലെന്നാണല്ലോ എല്ലാരും പറഞ്ഞത്. കഴിഞ്ഞ വർഷം പറഞ്ഞു ഇതൊന്നും പ്രായോഗികമല്ല. ശരി ജയസേട്ടു, നമുക്ക് എന്തായാലും കാത്തിരിക്കാം എന്താണ് ആ ഭാവന യാഥാർത്ഥ്യമാകുന്നത്. ശ്രീ ഭദ്രൻ, ഈ ഖനന വിവാദം ഒഴിവാക്കിയാൽ പൊതുവെ തീരമേഖലയ്ക്കും മത്സ്യത്തൊഴിലാളികൾക്കും വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളിൽ പ്രതീക്ഷയില്ലേ നിങ്ങൾക്ക്? ഇത് മത്സ്യത്തൊഴിലാളികളെ പാട്ടിലാക്കാനുള്ള സംഗതികളാണ്. അവർക്ക് മണ്ണെണ്ണ സബ്സിഡി വിലയ്ക്ക് കൊടുക്കും, മറ്റ് ആനുകൂല്യങ്ങളൊക്കെ പ്രഖ്യാപിക്കുമെന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികളെ പാട്ടിലാക്കി ഈ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടിയാണ്. വിഴിഞ്ഞം നടപ്പിലാക്കിയപ്പോൾ ഉയർന്നു വന്ന എതിർപ്പ് നമുക്കറിയാം. 64% നിക്ഷേപവും നടത്തിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. കേന്ദ്രം കൊടുത്ത 12% വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് തിരിച്ചടയ്ക്കേണ്ടുന്ന ബാധ്യതയും ആർക്കാണുള്ളത്? സംസ്ഥാന സർക്കാരിനാണുള്ളത്. ബാക്കി തുക കൊണ്ടാണ് ആര് കളിച്ചിരിക്കുന്നത്? അദാനി കളിച്ചിരിക്കുന്നത്. ആ വിഴിഞ്ഞം പോർട്ടിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനി അദാനിയുടെ പേരിലുള്ള കമ്പനിയാണ്. അദാനി പോർട്ട് എന്നാണ് അതിൻ്റെ പേര് തന്നെ. അദാനിയുടേതാണ് ആ സ്ഥാപനം. അതിൻ്റെ 49% ഓഹരി ഈ അടുത്ത കാലത്ത് അദാനി വിറ്റു. ഇതാണ് സ്ഥിതി.
ഇവർ വിഴിഞ്ഞം പോർട്ട് വന്നു എന്ന് പറയുമ്പോൾ വിഴിഞ്ഞം പോർട്ട് എന്ത് ചെയ്യുന്നു? എത്ര കപ്പലുകളാ മുങ്ങിയേ? എന്താണ് അവിടെ നടക്കുന്നത്? ശരി, എന്ത് സുതാര്യതയാണ് അവിടെ ഉള്ളത്? ശരി. വരാൻ പോകുന്ന സ്വകാര്യ ദുബായ് നിക്ഷേപം പോർട്ടുകളുടെ ആരുടേതാണ് എന്നൊരു ചോദ്യവും പ്രസക്തമാണ്. പ്രവാസികളിൽ നിന്ന് പണം പിരിച്ച് ദുബായ് അത് പോർട്ടുകളുടെ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുമോ? അതല്ല ദുബായ് ഇതുപോലെ അദാനി പോർട്ടുകളുടെ പോലുള്ള അവസാന വൻകിട നിമിഷമായ മുതലാളിമാർ വന്ന് എല്ലാം വാങ്ങിക്കൊണ്ട് പോകും. നമുക്ക് കാത്തിരിക്കാം എങ്ങോട്ടാണ് ഇതിന്റെ ദിശ. നന്ദി ശ്രീ ഭദ്രൻ, ശ്രീ ജയസഡൂർ, ശ്രീ പ്രശാന്ത്, ശ്രീ രാജു പി നായർ ഇത്രയും സംസാരിച്ചു.